ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ അടുത്ത ക്ലാസ്സാണ് ക്ലാസ് 14. ഇതിൽ നമ്മൾ ആദ്യം 3 റിലേഷൻസ് പഠിക്കും. അതിങ്ങനെയാണ്: സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2, ദെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. രണ്ടാമത്തെ റിലേഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2, വെൻ എക്സ് ബിലോങ്സ് ടു ആർ. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2, വെൻ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഓരോ റിലേഷനും ശരിയായിട്ട് വരണമെങ്കിൽ എക്സിനുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്നിലും. അതിനനുസരിച്ചാണെങ്കിൽ ഈ റിലേഷൻ ഓക്കെയാണ്. അതായത് സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ ബാക്കി 3 റിലേഷൻ. ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ആദ്യത്തേത് സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2. നമ്മൾ നേരത്തെ റിലേഷൻ കണ്ടത് ഇങ്ങനെയാണ്: സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നത് π/2 ആണ്. എങ്ങനെയാണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആകുമ്പോൾ മാത്രം. ഇവിടെ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് 1/2 ആണ്. നമുക്കറിയാം 1/2 എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 അതിൻ്റെ അകത്ത് വരുന്ന ഒരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. സോ ആൻസർ ഈസ് π/2. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് -1/√2 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2. അപ്പോൾ നമ്മൾ നേരത്തെ ഇതേ ഇക്വേഷൻ തന്നെ -1/√2 എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 വരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ റിലേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാം. സോ ആൻസർ ഈസ് π/2. സൈൻ ഇൻവേഴ്സ് 1/3 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/3. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1/3 ആണ്. നമുക്കറിയാം 1/3 എന്നുള്ളത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ബിലോങ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ π/2. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കാണാനുള്ളത്. അതിൽ നമ്മൾ ഈ 2ഉം 3ഉം ടേംസ് നോക്കുക. അതായത് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സിൻ്റെ സ്ഥാനത്തുള്ളവർ സെയിം ആണ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ റിലേഷനിൽ ആദ്യത്തെ റിലേഷൻ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് ഈ കണ്ടീഷൻ ശരിയാവുമോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം. അതായത് റിലേഷൻ എങ്ങനെയാണ്: സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2 ഇഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഈ സെക്കൻഡും തേർഡും ടേം മാത്രം എടുക്കുമ്പോൾ, ഈ 2 എടുക്കുമ്പോൾ മാത്രം അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് -1/2 ആണ്. നമുക്കറിയാം -1/2 എന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ബിലോങ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് രണ്ടിനും ചേർത്ത് നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് π/2 ആക്കി എഴുതാം. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 π/2 ആയതുകൊണ്ട് ഈക്വൽ ടു π/2 ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് മുഴുവൻ കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ രണ്ടിനെയും ചേർത്ത് നമുക്ക് എന്തെന്ന് എഴുതാം? π/2 എന്ന് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചുരുങ്ങി? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് π/2 എന്നുള്ളത് ആയി മാറി. ഇനി നമുക്കിതിൽ എന്ത് കണ്ടാൽ മതി? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കണ്ടാൽ മതി. ഈ ടാൻ ഇൻവേഴ്സ് ഓഫ് 1ൻ്റെ വാല്യൂ ചെയ്യുന്നത് നമ്മൾ മുന്നിലെ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നുകൂടെ നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കിട്ടാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതണം. നമുക്കറിയാം അത് ഓപ്പൺ ഇൻ്റർവൽ -π/2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തന്നിരിക്കുന്നതിന് y എന്ന് കൊടുക്കുക. സോ y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ടാൻ y ഈക്വൽ ടു 1. അതിന് ഇക്വേഷൻ 1 എന്ന് എഴുതുക. ഇനി നമുക്ക് ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് അറിയാവുന്ന കാര്യം ടാൻ π/4 ആണ് 1 എന്നറിയാം. സോ ഈ ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും y ഈക്വൽ ടു π/4 കിട്ടും. ഇനി നമ്മളൊരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം. എന്തെന്ന്? ഈ കിട്ടിയ π/4 പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. നമുക്കറിയാം π/4 എന്നുള്ളത് -π/2നും π/2നും ഇടയിൽ വരുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് π/4 ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ ഇത് രണ്ടും ചേർത്ത് നമ്മൾ π/2 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എന്തായി മാറും? ദിസ് ഇസ് ഈക്വൽ ടു π/4 പ്ലസ് π/2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ LCM 4 വരും. അപ്പോൾ ന്യൂമറേറ്ററിൽ π പ്ലസ് 2π വരും. ദാറ്റ് ഈസ് 3π/4. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. നമുക്കിത് തെറ്റാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 അല്ല ഇത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ π/2 എന്ന് ആൻസർ ചെയ്തത്. ഇതിന് പകരം ഇവിടെ ഇടയിൽ 2 ഉണ്ട്. സൈൻ ഇൻവേഴ്സിന് മുമ്പിൽ 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു റിലേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഡയറക്റ്റ് ആൻസർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഓരോന്നും കണ്ടുപിടിച്ച് അവസാനം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ആൻസർ കിട്ടാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിലെ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കാണാൻ പോവാണ്.
നമ്മൾ ഈ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കാണുന്നത് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആദ്യം കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതുക. അത് ഓപ്പൺ ഇൻ്റർവൽ 0 പൈ ആണ്. ഇനി കോസ് ഇൻവേഴ്സ് 1/2ന് y എന്ന് കൊടുക്കുക. സോ വി ഗെറ്റ് കോസ് y ഈക്വൽ ടു 1/2. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ട്രിഗണോമെട്രിക് ടേബിളിൽ നമുക്കറിയാം കോസ് 60 ഡിഗ്രിയാണ് 1/2. ഇതിനെ പൈയുടെ ടേംസിലേക്ക് മാറ്റുക. കോസ് π/3 ഈക്വൽ ടു 1/2. ദാറ്റ് ഈസ് ഇക്വേഷൻ 2. ഇനി 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്താൽ y ഈക്വൽ ടു π/3 കിട്ടി. ഇനി ആ കിട്ടിയത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ എന്നുകൂടെ ചെക്ക് ചെയ്യണം. നമുക്കറിയാം 60 ഡിഗ്രി എന്നുള്ളത് 0നും പൈക്കും 180 ഡിഗ്രിക്കും ഇടയിലാണ്. അതുകൊണ്ട് ഇതാണ് ആൻസർ. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറയുന്നത് എത്ര കിട്ടി? π/3 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് നമുക്ക് കാണണം? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കൂടെ കാണണം. ഇതേപോലെ തന്നെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യുക? പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതുക സൈൻ ഇൻവേഴ്സിൻ്റെ. അത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണ്. ഇനി y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് സൈൻ y ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അതിനൊരു ഇക്വേഷൻ കൊടുക്കുക. ഇനി ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് സൈൻ 30 ഡിഗ്രിയാണ് 1/2. പൈയുടെ ടേംസിലേക്ക് മാറ്റിയാൽ സൈൻ π/6 ആവും 1/2. ഇനി ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ y ഈക്വൽ ടു π/6 എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയ π/6 പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ ബിലോങ് ചെയ്യുന്നതാണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക. നമുക്കറിയാം π/6 ദാറ്റ് ഈസ് 30 ഡിഗ്രി എന്ന് പറയുന്നത് -90 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലാണ്. അതുകൊണ്ട് ദിസ് ഇസ് ദ ആൻസർ. സൈൻ ഇൻവേഴ്സ് 1/2ൻ്റെ ആൻസർ π/6 ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ കിട്ടിയ അതായത് ആൻസേഴ്സ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് കോസ് ഇൻവേഴ്സ് 1/2 കിട്ടിയത് π/3 എന്നായിരുന്നു. അപ്പോൾ π/3 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ഇപ്പോൾ കിട്ടിയത് π/6. ഇനി ഈ ഒരു ഭാഗത്തിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് π/3 ആയി മാറും. അപ്പോൾ π/3 പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ 2π/3. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നമുക്ക് വീണ്ടും ഒരു നോട്ടാണ്. അതായത് നമ്മൾ നേരത്തെ 3 റിലേഷൻസ് കണ്ടു. അതുപോലെ ട്രിഗണോമെട്രി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഒരു tan a + b ഈക്വൽ ടു tan a + tan b / 1 - tan a tan b അങ്ങനത്തെ 2 റിലേഷൻസ് ഉണ്ടായിരുന്നു, 2 ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും പിന്നീട് പറയാം. tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y ബൈ 1 - xy ഇഫ് xy ലെസ് ദാൻ 1. അതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് റിലേഷൻ ഇതാണ്. tan ഇൻവേഴ്സ് ഓഫ് x മൈനസ് tan ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x മൈനസ് y ബൈ 1 + xy ഇഫ് xy ഗ്രേറ്റർ ദാൻ -1. ഇനി ഈ റിലേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഷോ ദാറ്റ് tan ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 2/11 ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് 3/4. നമുക്കറിയാം ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് തെളിയിക്കാനുള്ളതാണ്. തെളിയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ 2 സൈഡിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. LHS ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് എന്താണ്? തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് tan ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 2/11 ആണ്. ഇനി നമ്മളിപ്പോൾ തന്നെ റിലേഷൻ കണ്ടത് ഇങ്ങനെയാണ്. tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് y എന്നുള്ളത് tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് y ബൈ 1 - xy ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് അവിടെ കണ്ടീഷൻ ഇതാണ്. xy എന്നുള്ളത് എന്താവണം? കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു. xy എന്നുള്ളത് ലെസ് ദാൻ 1 ആവണം. നമുക്കിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1/2, വൈയുടെ സ്ഥാനത്ത് 2/11 ആണ്. നമുക്കത് x ഇൻറ്റു y ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 2/11 വരും. ദാറ്റ് ഈസ് 1/11. അത് ലെസ് ദാൻ 1 തന്നെയാണ്. ഇനി അതുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താവും? tan ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 2/11 ബൈ 1 - 1/2 ഇൻറ്റു 2/11. ഇനി ബാക്കിയുള്ളതൊക്കെ സിംപ്ലിഫിക്കേഷനാണ്. നമ്മൾ ക്രോസ് ചെയ്ത് ചെയ്യാറുള്ള പോലെ തന്നെ ചെയ്ത് അതിൻ്റെ ആൻസർ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ അതിലേക്ക് എത്തിക്കുന്നു. LC എടുത്ത് ചെയ്യുന്നതാണിത്. ഇപ്പോൾ 22 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 15/20 വരും. അതിലൊരു 5 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 3/4. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് tan ഇൻവേഴ്സ് ഓഫ് 2/11 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 7/24 ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് 1/2. നേരത്തെ ചെയ്ത പോലെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുക. LHS ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് 2/11 പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് 7/24. നമ്മൾ ആ റിലേഷൻ എഴുതി. tan ഇൻവേഴ്സ് ഓഫ് x പ്ലസ് tan ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു എന്നുള്ള റിലേഷൻ എഴുതി. അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 2/11 പ്ലസ് വൈയുടെ സ്ഥാനത്ത് 7/24. അത് അപ്ലൈ ചെയ്താൽ മതി. എക്സിനും വൈക്കും വിലകൾ കൊടുക്കാൻ വേണ്ടു. പിന്നെ അത് സിംപ്ലിഫിക്കേഷനാണ്. ഇത് നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM കാണലാണ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 125/250 വരും. അതിൻ്റെ വഴികളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/2. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അതിൽ തന്നിരിക്കുക, അതിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്.
ഇനി നേരത്തെ പറഞ്ഞ റിലേഷനിൽ ഒരു പ്രോബ്ലം കൂടെ. ആദ്യം പറഞ്ഞ റിലേഷനിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മൾ ആദ്യം പറഞ്ഞ റിലേഷൻ ഇത് തന്നെയായിരുന്നു. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ളത് π/2 ആയിരുന്നു. അപ്പം നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് എന്തെന്ന് കൊടുക്കാം? ഈ ഒരു റിലേഷൻ നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഉള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക്, അതായത് കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായി മാറും? കോസ്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതിൻ്റെ വാല്യൂ ആണ് π/2. ഇനി കോസ് π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. കോസ് 90 ഡിഗ്രി 0 ആണ്. സോ ആൻസർ ഈസ് 0. ഓക്കെ.